പ്രൂവ് ചെയ്യേണ്ടത് sin 2x is equal to 2 sin x cos x which is equal to 2 tan x by 1 plus tan square x. 1 plus tan square x. അപ്പൊ ആദ്യത്തേതില് നമുക്ക് എന്താ sin 2x is equal to ഇതാണെന്ന് പ്രൂവ് ചെയ്യണം. എന്താണ് sin x plus y യുടെ ഫോർമുല? which is equal to sin x cos y plus cos x sin y. അപ്പൊ അത് ആദ്യം എഴുതുക. എന്നിട്ട് എക്സിന് വൈക്ക് പകരം എക്സ് കൊടുക്കാം. അപ്പൊ നമുക്ക് ഫസ്റ്റ് ഇക്വേഷൻ കിട്ടും കേട്ടോ. അപ്പൊ ഫസ്റ്റ് എഴുതിയ ഇക്വേഷൻ എന്താ? sin x cos y പ്ലസ് ചെയ്തിട്ടില്ലെന്നല്ലേ പറഞ്ഞു? മറ്റേതാ. അപ്പൊ sin x cos y പ്ലസ് cos x sin y അത് ചെയ്ത് ഇനി എന്ത് ചെയ്യണം? വൈക്ക് എന്ത് ചെയ്യണം? എക്സ് കൊടുക്കാം. അപ്പൊ ഇവിടെ എന്ത് പറ്റും? വൈക്ക് പകരം എക്സ് ആവും. അപ്പൊ sin x പ്ലസ് എക്സ് എന്താ? 2x is equal to sin x cos x plus cos x sin x. ഇങ്ങനെ വേണം. എന്ത് പറ്റിയടാ വായിക്കത്? അപ്പൊ നോക്കിയാൽ നമ്മള് എക്സ് പ്ലസ് വൈക്ക് എക്സ് കൊടുത്ത് അപ്പൊ എക്സ് പ്ലസ് എക്സ് ഇസ് ഈക്വൽ ടു 2x എന്ന് വന്ന് ബാക്കി എല്ലാ വൈക്കും എന്ത് ചെയ്ത്? എക്സ് കൊടുത്ത്. അപ്പൊ എന്താ? sin x cos x പ്ലസ് cos x sin x രണ്ടും സെയിം താഴെന്നല്ലേ? അപ്പൊ ഇത് നമുക്ക് എങ്ങനെ എഴുതാം? 2 ഇപ്പൊ sin x ഉം cos x ഉം അപ്പുറത്തും എന്ത് തന്നെ? sin x ഉം cos x ഉം. അപ്പൊ നമുക്ക് 2 sin x cos x എന്ന് എഴുതാലോ. അപ്പൊ അതാണ് ആദ്യത്തെ സാധനം. അത് പ്രൂവ് ചെയ്ത് ഏതാ? ബ്രാക്കറ്റിലും കുഴപ്പമില്ല. എടാ നീ ഫ്രണ്ടിലോട്ട് കയറി ഇരുന്നോടാ. ആ ചെയർ ഇത്തിരി അടുപ്പിച്ചിട്ട് ഇങ്ങോട്ട്. അത്ര എഴുതിയില്ലേ? ഇനി നമുക്ക് എന്താ വേണ്ട? sin 2x is equal to ഇതാണെന്ന് പ്രൂവ് ചെയ്യണം. അപ്പൊ നമ്മൾ ഇവിടെ വെച്ചാണ് സ്റ്റാർട്ട് ചെയ്യണത് അത് പ്രൂവ് ചെയ്യാം. അപ്പൊ ഇവിടെ വരെ ആദ്യം പ്രൂവ് ചെയ്തിട്ട് ഇനി നോക്കിക്കേ, ഇവിടെ ഞാനിപ്പോ അടിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണേട്ടാ. sin 2x is equal to നമുക്ക് പുതിയ ഐഡന്റിറ്റി എന്താ കിട്ടിയ? 2 sin x cos x. അപ്പൊ ഇതിന്റെ അടിയിൽ നമുക്ക് എന്ത് കൊടുക്കാം? 1 എന്ന് കൊടുക്കണ കുഴപ്പമില്ലല്ലോ. ഇനി 1ന് പകരം എന്ത് കൊടുക്കാടാ? cos square x പ്ലസ് sin square equal to 1 ആണല്ലോ. അപ്പൊ ആ ഐഡന്റിറ്റി ഈ 1ന് പകരം കൊടുക്കാം. അപ്പൊ നെക്സ്റ്റ് സ്റ്റെപ്പ് ഒന്ന് ഇരിക്കുക നിങ്ങള്. മണ്ണിന് പകരം നമ്മള് cos square x പ്ലസ് sin square x കൊടുക്കുന്നു ഈക്വൽ ടു 1. അപ്പൊ അത് ഞാൻ കൊടുക്കണതാണ് 2 sin x cos x by cos square x plus അത്രയും കൊടുത്തില്ലേ? ഇനി ഇവിടെ ശ്രദ്ധിച്ചേ, ഇവിടെ നമ്മൾക്ക് 1 ആണല്ലേ. ഇവിടെ എന്താ? 1ന്റെ സ്ഥാനത്ത് കിടക്കണം cos square x. അപ്പൊ ഇതിനെ 1 ആക്കണമെങ്കിൽ നമ്മൾ എന്തുകൊണ്ട് തന്നെ ഡിവൈഡ് ചെയ്യണം? cos square x കൊണ്ട് തന്നെ ഡിവൈഡ് ചെയ്യാം. അപ്പൊ മൊത്തം താഴത്തും മുകളിൽ എന്ത് ചെയ്യണം? cos square x വെച്ച് ഡിവൈഡ് ചെയ്യാം. അപ്പൊ ഇത് ഡിവൈഡിങ് ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ ഓഫ് ഈച്ച് ടേം ബൈ cos square x. dividing each term by cos square x. മുകളിലത്തെ വാല്യൂ ഡിവൈഡ് ചെയ്യാം. അപ്പൊ എങ്ങനെ വരും? 2 sin x cos x by cos square x
താഴത്തെ എങ്ങനെ വരും? cos square x plus sin square x divided by cos square x. ഇവിടെ വരെ എഴുതിയില്ലേ? ഇനി എന്ത് ചെയ്യാം? ഈ കോസ് എക്സും ഈ കോസ് സ്ക്വയർ എക്സും എന്ത് ചെയ്യാം? കട്ട് ചെയ്ത് കളയാം. അപ്പൊ ഇതും കട്ട് ചെയ്ത് ഇതും കട്ട് ചെയ്ത്. അതുപോലെ തന്നെ നോക്കിക്കേ. അപ്പൊ എന്ത് വന്ന്? 2 sin x cos x അല്ലെ? ഒരു കോസ് സ്ക്വയർ എക്സ് കട്ട് ചെയ്ത് ബാക്കി ഒരു കോസ് എക്സ് ഉണ്ടല്ലോ. അപ്പൊ അതിന് നമുക്ക് എന്ത് ചെയ്താം? 2 sin എക്സും കോസ് എക്സും എന്താ? tan x. അപ്പൊ 2 tan x ഡിവൈഡഡ് ബൈ, ഇനി നമുക്ക് ഇതിനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. കോസ് സ്ക്വയർ എക്സ് എങ്ങനെ എഴുതാം? cos square x by cos square x plus sin square x by cos square x. Sin square x by cos square x which is equal to എന്ത് വരും ഇവിടെ? cos square x by cos square x 1 വരും. ഇതെന്ത് വരും? sin square x by cos square x tan square x. അപ്പൊ എങ്ങനെ വരും? ലാസ്റ്റ് 2 tan x by ഇത് 1 കേട്ടോ, 1 plus tan square x. എന്താടാ വൈകിയത്? വീട്ടിലാ ഭക്ഷണം വന്നതാ? ഇത് പറഞ്ഞുതരാട്ടെ എനിക്ക്. പിന്നെ ഇത്ര എഴുതിയില്ലേ? അപ്പൊ ഈ ഇക്വേഷൻസ് sin 2x ഇതെല്ലാം പഠിക്കേണ്ടതാണ് കേട്ടോ. ഇത് പിന്നെ നമുക്ക് അപ്ലൈ ചെയ്യേണ്ടതാണ്. ഞാൻ ലാസ്റ്റ് എഴുതിക്കും കേട്ടോ. ഇവിടെ നോക്കി വെച്ചു എങ്ങനെ എഴുതിയേക്കണം. അപ്പൊ ഓരോ സ്റ്റെപ്പ് നോക്കുക. ആദ്യം വൈക്ക് എക്സ് കൊടുത്ത് അതിൽ നമ്മൾ ഫസ്റ്റ് ഇക്വേഷൻ ഡെറൈവ് ചെയ്ത്, പിന്നെ എന്ത് ചെയ്തത്? സെക്കൻഡ് എവിടെ സ്റ്റാർട്ട് ചെയ്തു അവിടെ ഡിവൈഡഡ് ബൈ 1 കൊടുത്ത് 1ന് പകരം cos square x plus sin square x കൊടുത്ത്, പിന്നെ ഡിവൈഡ് ചെയ്യേണ്ട സാധനം നിങ്ങൾ ഈ ഇക്വേഷനോട് കമ്പയർ ചെയ്യാം. ഇവിടെ 1ന്റെ സ്ഥാനത്ത് ഇവിടെ ഇതേ കിടക്കണം. ആ സാധനം വെച്ചിട്ട് മൊത്തം ഇക്വേഷനെ ഡിവൈഡ് ചെയ്യുക. അത്രേ ഉള്ളൂ സംഭവം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. അടുത്ത 2 tan 2x is equal to tan 2x is equal to 2 tan x by 1 minus tan square x. അതാണ് പ്രൂവ് ചെയ്യേണ്ടത്. tan 2x is equal to 2 tan x by 1 minus tan square x. അപ്പൊ നമ്മൾ tan x plus y ഒരു ഇക്വേഷൻ പഠിച്ചത് എന്തായിരുന്നു? എന്താണ്? tan x plus y tan of x plus y ഇക്വേഷൻ കഴിഞ്ഞ ക്ലാസ്സിൽ പ്രൂവ് ചെയ്യാൻ പഠിച്ചില്ലേ? എന്തായിരുന്നു? tan x tan x plus tan y by 1 minus tan x tan y. ഇവിടെ എക്സിന്റെ വൈയുടെ സ്ഥാനത്ത് നമ്മൾ എന്ത് ചെയ്താൽ മതി? എക്സ് ഇട്ട് കൊടുത്താൽ ഈ ഇക്വേഷൻ കിട്ടും. മനസ്സിലായോ? ആന്ന് പറ. അല്ല ബാക്കിൽ ഇരിക്കണത്. ഇവിടെ ഈ ഒരു ഇക്വേഷൻ നേരത്തെ പഠിച്ചതാ. ഈ ഒരു ഇക്വേഷനിൽ റീപ്ലേസിംഗ് y by x we get this equation. ഓക്കെ, അപ്പൊ റീപ്ലേസിംഗ് ഒന്ന് എഴുതിക്കേ. എന്നിട്ട് y by x we get tan 2x x plus x tan 2x is equal to എന്താവും? tan x ഉം പിന്നെ tan y വരുമ്പോ എന്താവൂടാ? tan square x ആവും അല്ലെ? അല്ല 2 tan x by പിന്നെ 1 minus tan x into tan x 1 minus tan square x ആവും. ഇവിടെ ഒരു പ്ലസ് ഉണ്ട് കേട്ടോ. പ്ലസ് ഇടാൻ മറന്നു. ഈ ഇക്വേഷൻ ഓർത്താൽ ഡയറക്റ്റ് എങ്ങനെ ചെയ്യാം? അപ്പൊ ടാൻ എക്സ് ഓക്കെ എഴുതിയാടാ. വീട്ടിൽ പോയിട്ടാണോ വരുന്നത് ഇങ്ങോട്ട്? നീയാ
യൂണിഫോം മാറാൻ സമയം കിട്ടില്ല. അടുത്ത ക്വസ്റ്റ്യൻ sin 3x is equal to sin 3x is equal to 3 sin x minus 4 sin cube x. 4 sin cube x. ഇത് നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണേ. എന്താണ് അപ്പൊ sin 3x നമുക്ക് ഇതാണ് പ്രൂവ് ചെയ്യേണ്ടത്. ഇനി നോക്കിക്കേ, നമുക്ക് sin 3x നമുക്ക് sin of 2x plus x എന്ന് എഴുതാലോ. അപ്പൊ ഇത് ഫോർമുല sin x plus yയുടെ ഫോർമുല. ഈ sin x plus yയുടെ ഫോർമുല എന്താണ്? sin x plus yയുടെ ഫോർമുല sin x cos y plus cos x sin y. അപ്പൊ അത് വെച്ചിട്ട് പറഞ്ഞ ഇവിടെ എന്താ എക്സിന്റെ സ്ഥാനത്ത്? ഇത് എക്സ്, ഇത് വൈ അല്ലെ? അപ്പൊ എന്ത് വരും? സൈൻ എക്സ് കോസ് വൈ. കോസ് വൈ എന്ന് പറയുമ്പോൾ കോസ് എക്സ് പ്ലസ് കോസ് എക്സ് കോസ് ടു എക്സ്. നമുക്ക് എങ്ങനെ എഴുതാം? എഴുതാലോ. ഈ sin 2xന്റെ ഒരു ഫോർമുല നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. അതായത് 2 sin x cos x. അപ്പൊ അടുത്ത സ്റ്റെപ്പിൽ നമ്മള് ഇതിനെ റീപ്ലേസ് ചെയ്യാൻ പോണേ കേട്ടോ. അപ്പൊ അതിന് നമുക്ക് 2 sin x cos x എന്ന് എഴുതാം. മറ്റേ cos x അങ്ങനെ തന്നെ അടിയിലോട്ട് എഴുതി. cos x പ്ലസ് ഇത് cos to x ന്റെ ഒരു ഫോർമുല ഉണ്ടല്ലോ, അതെന്താ? cos to x ന്റെ ഫോർമുല 1 minus 2 sin square x. ഇതിന് പകരം നമ്മൾ നേരത്തെ പഠിച്ച ഫോർമുല 1 minus 2 sin square x കൊടുക്കാം. 1 minus 2 sin square x cos x. ഇത്രയും ചെയ്തേ. ഇതിന് പകരം കൊടുത്തേക്കെന്ന് കാണിക്കാനാണ് അണ്ടർലൈൻ ചെയ്തേക്കണം. ഇനി അടുത്ത സ്റ്റെപ്പിൽ ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് അകത്തോട്ട് എടുത്തിട്ട് cos x എന്തോ ഇത് sin x അത് അകത്തോട്ട് എടുക്കാം കേട്ടോ. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് അകത്തോട്ട് എടുക്കാം അടുത്ത സ്റ്റെപ്പിൽ. അപ്പൊ എന്ത് വരും? 2 sin x. ഈ cos x നമുക്ക് എങ്ങനെ എഴുതാം? cos square x എന്ന് എഴുതാലോ. ഇതിനാ sin x minus 2 sin cube x ഇങ്ങനെ എഴുതും. ഓരോ സ്റ്റെപ്പ് ഒന്ന് ഓർത്തിരിക്കണം കേട്ടോ. ഇനി അടുത്തത് ഈ cos square x നമുക്ക് എങ്ങനെ എഴുതാം? എന്താണ്? അത് അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്തതാണ്. പുറത്തു കിടക്കുന്ന sin x ഇല്ലേ, ഇതിന് അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്തു. cos square x നമുക്ക് എങ്ങനെ എഴുതാം? 1 minus sin square. എല്ലാത്തിനും നമ്മൾ സൈനിന്റെ ടേംസിലോട്ട് കൊണ്ടുവന്നേ. അപ്പൊ cos square x റീപ്ലേസ് ചെയ്യുക 2 sin x 1 minus sin square x പ്ലസ് ഇതിനെയാണ് കേട്ടോ റീപ്ലേസ് ചെയ്തത് പ്ലസ് sin x by 2 sin cube x. ഏതാടാ? ഇതിന് നമ്മൾ മൾട്ടിപ്ലൈ ഇട്ടാണ്. അപ്പൊ ഇനി ഇതിന് നമ്മൾ റീപ്ലേസ് ചെയ്ത് cos square x അതല്ല, cos square x എന്ന് പറയുന്നത് നമ്മുടെ ഫോർമുല, ഈ ഫോർമുല cos square x equal to 1 ഇതിനകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യണം അടുത്ത സ്റ്റെപ്പില്. അപ്പൊ എന്ത് വരും? 2 sin x minus 2 sin cube. എന്തോ
അടുത്തത് ചെയ്തോ. അടുത്ത സ്റ്റെപ്പ് എങ്ങനെ വരും? ഇവിടെ സൈൻ എക്സ് ഉണ്ട്, ഇവിടെയും സൈൻ എക്സ് ഉണ്ട്, രണ്ടും പോസിറ്റീവ് ആണ്. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? 3 sin x, 2 sin x plus sin x, 3 sin x is equal to 3. ഇനി ഇവിടെ സൈൻ ക്യൂബ്, അവിടെയും സൈൻ ക്യൂബ്. അപ്പൊ നമുക്ക് എന്താവും? -2 സൈൻ ക്യൂബ്, -2 സൈൻ ക്യൂബ് എങ്ങനെ വരും? -4 സൈൻ ക്യൂബ്. മനസ്സിലായോ? അടുത്ത മാറ്റാണ്. അടുത്തത് cos 3x x is equal to, അടുത്ത ക്വസ്റ്റ്യൻ ഇരിക്കെ, ഫോർ cos cube x minus 3 cos x. ഇത് ഇതുപോലെ തന്നെയാണ്. സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എങ്ങനെ എഴുതും? cos 3x നമുക്ക് cos 3x 2x plus x എഴുതാം. എന്നിട്ട് ഇവിടെ വരെ എക്സ്പാൻഡ് ചെയ്യാൻ വരും. cos 3x is equal to cos 2x plus x. cos x plus എങ്ങനെ? cos x cos y minus sin x ആയത്. ഇല്ല, ജസ്റ്റ് ഇവിടെ എക്സിന്റെ സ്ഥാനത്ത് നമ്മൾ ഇത് cos x plus y യുടെ ഫോമിൽ തന്നെ. ഇവിടെ എക്സിന്റെ സ്ഥാനത്ത് ആരാ കിടക്കണം? 2x ഉം വൈയുടെ സ്ഥാനത്ത് x ആണ് കിടക്കണം. പക്ഷെ ഇവിടെ cos 2x plus x ആ കിടക്കണം, വെറുതെ cos 2x അല്ല കിടക്കണം. അകത്തോട്ട് മൾട്ടിപ്ലൈ അങ്ങനെ ചെയ്യാൻ പറ്റില്ല. കോസ് ഫംഗ്ഷൻ ഒറ്റ ഫംഗ്ഷൻ ഒക്കെ കിടക്കണം. അപ്പൊ ഇതിനെ cos x plus y യുടെ ഫോർമുല വെച്ചിട്ട് എക്സ്പാൻഡ് ചെയ്യണം. അപ്പൊ ഇതെങ്ങനെ വരും? cos 2x cos x cos y plus sin x ആണ്. cos x cos y plus minus sin x sin y. എന്താണ്? എന്താടാ? cos 2x ന്റെ ഫോർമുല നമ്മൾ നേരത്തെ പഠിച്ചില്ലേ? എന്തായിരുന്നു? മറിച്ച് നോക്ക് ബുക്ക്. cos 2x ഒരു ഫോർമുല പഠിച്ച് 2 cos square x minus 1. അപ്പൊ ഇതിനെങ്ങനെ മാറ്റാം? 2 cos square x minus 1 അത് വെച്ച് റീപ്ലേസ് ചെയ്യാ. അതൊക്കെ മൾട്ടിപ്ലൈ ചെയ്യാം കേട്ടോ. അവിടെ രണ്ടെണ്ണം എന്ത് വരും? sin 2x പകരം ഈ sin 2x പകരം 2 sin x cos x കൊടുക്കാം. ഇതിന് പകരം 2 sin x cos x sin x. ഇവിടുത്തെ sin x ഈ sin x ഒരുമിച്ച് ചെയ്താൽ എന്ത് വരും? 2 sin square x cos. ഇനി ആ sin square x റീപ്ലേസ് ചെയ്യാം കേട്ടോ. അത് കഴിഞ്ഞ് അടുത്ത സ്റ്റെപ്പ് ഇത് അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യണേ. മനസ്സിലായില്ലേ? ഈ sin x sin x വരുമ്പോൾ sin square x ആയിട്ട്.
2 into 1 minus whole square. എന്താണ്? എന്തോ ഇതാണോ ഇത്? കോസെക്സ് അല്ല, സൈനും സൈൻ സ്ക്വയർ. ഇത്ര മനസ്സിലായോ? ഇനി അടുത്തത് ഈ ബ്രാക്കറ്റുകളൊക്കെ ഓപ്പൺ ചെയ്യാം കേട്ടോ. അടുത്ത സ്റ്റെപ്പില് കോസേക്കാം. ഇത് കോസ് സ്ക്വയർ എക്സ്, ഈ സൈൻ സ്ക്വയർ എക്സിന് നമുക്ക് 1 മൈനസ് കോസ് സ്ക്വയർ എക്സ് എഴുതാം. ഇനി ഞാൻ ഈ കോസിനെ ഇറ്റൂടെ ഒരുമിച്ച് ചെയ്താൽ പോകട്ടെ അടുത്ത സ്റ്റെപ്പില്. എന്നിട്ട് നിങ്ങൾ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തോ. അടുത്ത സ്റ്റെപ്പിൽ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. അപ്പൊ എങ്ങനെ വരും? കോസ് എക്സ് ഇൻറ്റു 2 കോസ് സ്ക്വയർ എക്സ് 2 കോസ് ക്യൂബ് എക്സ് മൈനസ് കോസ് എക്സ് മൈനസ് 2 കോസ് എക്സ് മൈനസ് 2. ഇനി കോസ് എക്സ് ഒരുമിച്ച് ചെയ്ത മറ്റേത് ഒരുമിച്ച് ചെയ്ത ഏതാണ്? ഇത് മൈനസിന്റെ മൈനസ് പ്ലസ് വരും കേട്ടോ. എന്താണ്? ഏതാ? ആ കോമൺ എടുക്കണ്ട, അത് ഒരുമിച്ച് ചെയ്താൽ മതി. രണ്ടുപേരായിട്ട് ഒരുമിച്ചല്ലേ. ഇത് പ്ലസ് ആണ്, മൈനസിന്റെ മൈനസ് പ്ലസ്. അപ്പൊ കോസ് ക്യൂബ് എക്സും പ്ലസ് കോസ് ക്യൂബ് എക്സ് എന്ത് വരും? 4 കോസ് ക്യൂബ് എക്സ് മൈനസ് കോസ് എക്സും മൈനസ് 2 കോസ് എക്സും മൈനസ് 3 കോസ് എക്സ് വരും. ആറ് കോസ് ആണ്. നിന്റെ കണ്ണടയുണ്ടോ? ഞാൻ മനസ്സിലായോ എനിക്ക്? എവിടെ മനസ്സിലായത് പറ. ഇവിടെ തുടങ്ങിട്ടാ അല്ലെ? ഇവിടെ തുടങ്ങിയ ഇവിടെ മുതല് ഇവിടെ എന്ത് ചെയ്തത്? കോസ് എക്സിനകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഇത് ഈ സ്റ്റെപ്പ് ചെയ്ത് ഇവിടെ 2 സൈൻ എക്സും എന്തായി? സൈൻ സ്ക്വയർ എക്സ് ആയി, കോസ് എക്സ് ആയി. അടുത്ത സ്റ്റെപ്പ് ഇത് അങ്ങനെ തന്നെയാണ് എഴുതി വെച്ച്. പിന്നെ ഇവിടെ നോക്കിക്കോ, ഇവിടെ സൈൻ സ്ക്വയർ എക്സ് പവർ എന്ത് ചെയ്ത് 1 മൈനസ് കോസ് സ്ക്വയർ എക്സ് ചെയ്യും. ഇക്വേഷൻ ഇത് സൈൻ സ്ക്വയർ എക്സ് പ്ലസ് കോസ് സ്ക്വയർ ഈക്വൽ ടു 1. അപ്പൊ അവിടെ സൈൻ സ്ക്വയർ എക്സിന് പകരം 1 മൈനസ് കോസ് സ്ക്വയർ എക്സ് എഴുതി കോസ് എക്സ് എഴുതി. ഇനി അടുത്ത സ്റ്റെപ്പിൽ എന്താ ചെയ്തത്? ബ്രാക്കറ്റുകളൊക്കെ ഈ 2ഉം കോസ് എക്സും ഒരു സൈഡിലോട്ട് കൊണ്ടുവന്നു, ഒരുമിച്ച് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാൻ വേണ്ടി ഒരുമിച്ച് കൊണ്ടുവന്നാ. എന്നിട്ട് അടുത്ത സ്റ്റെപ്പില് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് കോസ് എക്സ് ഇൻറ്റു 2 കോസ് സ്ക്വയർ എക്സ് എന്താ? 2 കോസ് ക്യൂബ് എക്സ്. കോസ് എക്സ് ഇൻറ്റു 1 കോസ് എക്സ് മൈനസ് 2 കോസ് ഇടമുണ്ടല്ലേ, മൈനസ് 2 കോസ് എക്സ് ഇൻറ്റു 1 മൈനസ് 2 കോസ് എക്സ് മൈനസ് 2 കോസ് എക്സ് ഇൻറ്റു കോസ് സ്ക്വയർ എക്സ് പ്ലസ് 2 കോസ് ക്യൂബ് എക്സ്. മനസ്സിലായ? മൈനസ് 2 കോസ് എക്സ് ഇൻറ്റു കോസ് സ്ക്വയർ എക്സ് മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് പ്ലസ് മൈനസ് ഇൻറ്റു മൈനസ് മൈനസ് പ്ലസ് അല്ലേ, പ്ലസ് കോസ് ക്യൂബ് എക്സ്. അടുത്ത ക്വസ്റ്റ്യൻ കേട്ടോ. മനസ്സിലായോ? ഞാൻ എഴുതിക്കും ലാസ്റ്റ്, അപ്പൊ മനസ്സിലായെന്ന് അറിയാൻ പറ്റും. അടുത്തത് tan 3x കേട്ടോ. tan 3x is equal to 3 tan x minus tan square x അല്ല tan cube x by 1 minus 3 tan square x.
അപ്പൊ ഇത് പ്രൂവ് ചെയ്യാൻ വേണ്ടി നമ്മള് നേരത്തെ ചെയ്ത പോലെ tan 3x നമുക്ക് എങ്ങനെ എഴുതാം? tan 2x plus x. പിന്നെ tan 2x plus yയുടെ x plus yയുടെ എക്സ്പാൻഷൻ കേട്ടോ. tan 3x നമുക്ക് tan 2x plus x എന്ന് എഴുതാം. tan x plus y yയുടെ എക്സ്പാൻഷൻ എന്തായിരുന്നു? tan x plus tan y by 1 minus tan x tan y. അത് വെച്ച് എക്സ്പാൻഡ് ചെയ്യാം. അപ്പൊ ഇവിടെ എക്സിന്റെ സ്ഥാനത്ത് ആരാ? 2x yയുടെ സ്ഥാനത്ത് x. tan x minus y എന്താ? tan x minus tan y by 1 plus tan x tan y. ആ സൈനുകൾ മാറും, പ്ലസ് മൈനസും അത്. അപ്പൊ ഇത് എങ്ങനെ എഴുതാം നമുക്ക്? tan 2x plus tan x by 1 minus tan x tan 2x into tan x. ഇനി tan 2x ന്റെ ഫോർമുല എന്തായിരുന്നു? അത് പഠിച്ചായിരുന്ന 2 tan x by 2 tan x by 1 minus tan square x. tan 2x ന്റെ ഫോർമുല എടുത്തിടാൻ പോണം. പഠിച്ചിട്ടില്ലെന്ന് അറിയാം. 2 tan x by 1 minus അല്ലേ, 1 minus tan square x. ഇതിന് പകരം ഉണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട്. ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തതിന്റെ അവിടെ ഞാൻ വരയ്ക്കുന്നേ. പ്ലസ് എന്താണ് tan square x plus tan x by അടിയിൽ നമ്മൾ അതിനെ റീപ്ലേസ് ചെയ്യട്ടെ. tan 2x ന്റെ അവിടെ ഇവിടെ കേട്ടോ. ഇനി ജസ്റ്റ് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ. 1 മൈനസ് tan സ്ക്വയർ എക്സിന് ഇതുകൊണ്ട് മൾട്ടിപ്ലൈ അങ്ങനെ. അടിയിലപ്പോ അത് തന്നെ വരൂ കേട്ടോ. ഏതാണ് ബ്രാക്കറ്റ്? അത് ഞാൻ ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോ ബ്രാക്കറ്റ് ഇട്ടിട്ട് പിന്നെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്താൽ മതിയല്ലോ. 1 മൈനസ് ഉള്ളതുകൊണ്ടാ ബ്രാക്കറ്റ് ഇട്ടത്. ഏതാ? ഇതാ. ഇത് ഈ 2 tan x പകരം tan 2x ന്റെ ഫോർമുല ഇട്ട് കൊടുത്ത് ഈ tan x അങ്ങനെ തന്നെ എഴുതി. ഇവിടെ 1 മൈനസ് tan 2x പകരം ആ ഫോർമുല ഇട്ട് കൊടുത്ത് പ്ലസ് ഈ പ്ലസ് ഇല്ല, ഇത് അങ്ങനെ തന്നെ എഴുതി. ഇനി അടുത്ത് എന്ത് ചെയ്യണം? ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ. ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ 2 tan x പ്ലസ് tan x ഇൻറ്റു ഈസാണ് 1 മൈനസ് tan സ്ക്വയർ എക്സ്. അടിയിലത്തത് ഇങ്ങോട്ടേക്കാണ് എടുക്കോളൂ. അപ്പൊ എങ്ങനെ വരും? 1 മൈനസ് അപ്പൊ ഇതിന്റെ ഡിനോമിനേറ്റർ ആയിട്ട് എന്ത് തന്നെ വരും? 1 മൈനസ് tan സ്ക്വയർ എക്സ് വരെ 1 മൈനസ് tan സ്ക്വയർ എക്സ് ബൈ, എന്നിട്ട് അത് അടുത്ത സ്റ്റെപ്പിൽ കട്ട് ചെയ്ത് കളയും. മനസ്സിലായില്ലേ? ഈ ഡിനോമിനേറ്റർ അതങ്ങനെയല്ലേ? 2/3 പ്ലസ് 2 ചെയ്യുമ്പോഴത്തേക്കും 2 ഇൻറ്റു 2 പ്ലസ് 2 ഇൻറ്റു 3 ബൈ ഓൾ 3 എന്ന് എഴുതൂലേ നമ്മള്? അതവിടെ തന്നെ ചെയ്ത കേട്ടാ. അപ്പൊ ഇതെങ്ങനെ എഴുതാം? 1 മൈനസ് tan സ്ക്വയർ എക്സ് മൈനസ് 2 tan x. ഇനി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം കേട്ടാ. ഇനി ഏത് വേണ്ട, ഈ 1 മൈനസ് tan സ്ക്വയർ എക്സും ഇതും കട്ട് ചെയ്ത് കളയാം. രണ്ടും അത് മൊത്തം കട്ട് ചെയ്ത് മൊത്തം ടൈംസിനാ. ഇവിടെ 1 മൈനസ് tan സ്ക്വയർ എക്സ്, ഇത് മൊത്തം ടൈമിന് രണ്ടിനെ കട്ട് ചെയ്തത്. ഇനി അടുത്തത് ഈ സ്റ്റെപ്പ്. ഇവിടെ മുകളിലത്തെ സാധനം ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം കേട്ടാ. 2 ഇങ്ങനെയല്ലേ പറയാ.
ഏതാ എടാ മൈനസും പ്ലസും കിടക്കും നിങ്ങളുടെ കട്ട് ചെയ്യുന്നത് ആ ടാൻ ക്യൂബ് 2 ടാൻ എക്സ് ടാൻ എക്സ് ഇൻറ്റു ടാൻ എക്സ്. മുകളിലത്തെ നമുക്ക് എങ്ങനെ 2 ടാൻ എക്സ് പ്ലസ് ടാൻ എക്സ് എന്താടാ 2 ടാൻ എക്സ് പ്ലസ് ടാൻ എക്സ് 3 ടാൻ എക്സ് മൈനസ് ടാൻ ക്യൂബ് എക്സ് ബൈ ഇവിടത്തെ ഈ ടാൻ എക്സും ഈ -2 ടാൻ എക്സും കൂടി ചേരുമ്പോ എന്താവും? അപ്പൊ അവിടെ ഉണ്ട് എവിടാ ഇവിടെ ടാൻ സ്ക്വയർ എക്സ് വരുന്നുണ്ടല്ലോ, അതായത് എന്താണ് 1 മൈനസ് ടാൻ സ്ക്വയർ എക്സ്. അവിടെ അങ്ങനെ തന്നെ എഴുതിയാൽ മതി. ശരിയാ, ഇവിടെ രണ്ടും ടാൻ സ്ക്വയർ എക്സിന്റെ ടൈം അല്ലേ വന്നേക്കണ, ടാൻ എക്സും ഉണ്ടല്ലോ, അത് ഇപ്പഴത്തെ തന്നെ കേട്ടോ, സോറി മാറിപ്പോയി. അപ്പൊ അടിയിലത്തെ നമുക്ക് 1 മൈനസ് ടാൻ സ്ക്വയർ എക്സ് മൈനസ് ഇവിടെ ഒരു സ്ക്വയർ എക്സ്, ഇവിടെ ഒരു സ്ക്വയർ ഉണ്ട്, സ്ക്വയർ എക്സ് മൈനസ് 2 ടാൻ സ്ക്വയർ എക്സ്. അപ്പൊ ഇതിന് നമുക്ക് 1 മൈനസ് 3 1 മൈനസ് ടാൻ 1 മൈനസ് 3 ടാൻ ക്യൂബ് എക്സ് എഴുതാം, ടാൻ സ്ക്വയർ എക്സ്. ഇനി ഇത്ര ഒന്ന് നോക്കിക്കേ, അത്രയും പ്രൂഫുകളെല്ലാം ആ സബ്സ്റ്റിറ്റ്യൂഷൻ എവിടെ കൊടുക്കണം എന്നുള്ളത് നിങ്ങൾ ആലോചിക്കണം കേട്ടോ, എന്നാലേ അത് കിട്ടുള്ളൂ. ഇവിടെ ഈ ടാൻ എക്സും ആണ് കേട്ടോ 2 ടാൻ സ്ക്വയർ എക്സ് ആയത് ഇവിടെ, മനസ്സിലായടാ? അടുത്ത പ്രൂഫ് ഒക്കെ കാണിച്ചായിരുന്നോ, കോസ് എക്സ് പ്ലസ് കോസ് വൈയുടെ പ്രൂഫ്? അപ്പൊ ആ പ്രൂഫിന് മുമ്പ് എന്താടാ അടുത്ത മൺഡേ 3.3 ഫുൾ ഉണ്ടോ? ഏതൊക്കെ ഉണ്ടാവൂ? അപ്പൊ ഈ ഫോർമുലാസ് എല്ലാം ബാക്കിൽ എഴുതിക്കൊണ്ട് വരണേ അടുത്ത ദിവസം ബുക്കിന്റെ, കേട്ടാ? ഇപ്പൊ തുടക്കം മുതലേ പഠിച്ചത് കേട്ടാ? അടുത്ത ദിവസം ഞാൻ ചോദിക്കേ. അടുത്തൊരു പ്രൂഫാണ്, കോസ് എക്സ് പ്ലസ് കോസ് വൈ ഇസ് ഈക്വൽ ടു അടുത്തേത് കോസ് എക്സ് പ്ലസ് കോസ് വൈ ഇസ് ഈക്വൽ ടു 2 cos x plus y by 2 is equal to 2 cos x plus y by 2 into cos x minus y by 2.
അപ്പൊ ആദ്യം കോസ് എക്സ് പ്ലസ് വൈയുടെ ഫോർമുല ചെയ്ത കോസ് എക്സ് മൈനസ് വൈയുടെ ഫോർമുല ചെയ്ത് ഇതിന് വേണ്ടിട്ട് ആദ്യം കോസ് എക്സ് പ്ലസ് വൈ ഫോർമുല, കോസ് എക്സ് മൈനസ് വൈ ഫോർമുല നിങ്ങൾ തന്നെ എഴുതിക്കേ. എന്ത് വന്ന് കോസ് എക്സ് പ്ലസ് വൈയുടെ ഫോർമുല എന്താണ്? കോസ് എക്സ് കോസ് വൈ മൈനസ് സൈൻ എക്സ് സൈൻ വൈ. മറ്റേതാ കോസ് എക്സ് കോസ് വൈ പ്ലസ് എന്താണ്? പ്ലസ് ഇനി ഈ രണ്ട് ഫോർമുലാസിന് 1 and 2 കൊടുക്കുക. 1 2. ഇനി ആഡ് ചെയ്യുക രണ്ടെണ്ണത്തിന്. രണ്ടെണ്ണം ആഡ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? ആഡിങ് 1 plus 2. 1 plus 2 എങ്ങനെ വരും? കോസ് എക്സ് പ്ലസ് വൈ പ്ലസ് കോസ് എക്സ് മൈനസ് വൈ വരും. അപ്പുറത്തെ സൈഡ് ഇതുപോലെ ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടുമെന്ന് പറയണേ. ആഡ് ചെയ്ത് നോക്ക്. ആഡ് ചെയ്യുമ്പോ ഇങ്ങനെ കിട്ടും നിങ്ങൾക്ക് കോസ് എക്സ് കോസ് വൈ മൈനസ്. ഇതിൽ കട്ട് ചെയ്ത് കളയേണ്ട സാധനങ്ങൾ ഏതൊക്കെ? ഇത് പോസിറ്റീവ് ആണ്, ഇതും പോസിറ്റീവ് ആണ്, ഇത് പോസിറ്റീവ് നെഗറ്റീവ് ആണ്. അപ്പൊ ഇത് രണ്ടും കട്ട് ചെയ്ത് കളയാല. സെയിം സാധനം തന്നെ, സൈൻ എക്സ് സൈൻ വൈ പോസിറ്റീവ് സൈൻ എക്സ് സൈൻ വൈ. ഇത് നോക്കിക്ക് കോസ് എക്സും കോസ് വൈയും എഴുതി ഇക്വേഷൻ. ഇത് രണ്ടും കൂടി ആഡ് ചെയ്തേ. അപ്പൊ ആഡ് ചെയ്തപ്പോ ഇതെങ്ങനെ വന്നത്? കോസ് എക്സ് പ്ലസ് വൈ പ്ലസ് കോസ് എക്സ് മൈനസ് വൈ. ഈ സാധനം ആഡ് ചെയ്യണം. അപ്പൊ ആദ്യം നമ്മൾ ഇത് കോസ് എക്സ് കോസ് വൈ മൈനസ് സൈൻ എക്സ് സൈൻ വൈ ആദ്യം എഴുതി, പ്ലസ് രണ്ടാമത്തെ ഇക്വേഷൻ അടിയിൽ എഴുതി. ഇനി കോസ് എക്സും കോസ് വൈയും സെയിം സൈൻ ആണ്, അപ്പൊ കട്ട് ചെയ്യാൻ പറ്റില്ല. സൈൻ എക്സും സൈൻ വൈ നെഗറ്റീവും ഇത് പോസിറ്റീവ് ആണ്. നെഗറ്റീവും പോസിറ്റീവും ഒരേപോലത്തെ സാധനങ്ങളൊന്നും കട്ട് ചെയ്യാലോ. അപ്പൊ നമുക്ക് അത് രണ്ടും കട്ട് ചെയ്യും. അപ്പൊ ബാക്കി എന്താ വന്ന? കോസ് എക്സ് കോസ് വൈ. അപ്പൊ 2 കോസ് എക്സ് കോസ് വൈ എന്ന് വന്നത് 2. ഇനി നമ്മൾ ഇവിടെ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കും. എക്സിന് പകരം നമ്മൾ തീറ്റ പ്ലസ് 5/2 കൊടുക്കും. അത് നിങ്ങൾ ഓർത്തിരിക്കണം. ഇവിടെയുള്ള എക്സുകളില്ലേ, ആ എക്സിന് പകരം തീറ്റ പ്ലസ് 5/2 കൊടുക്കും. വൈക്ക് പകരം തീറ്റ മൈനസ് 5/2. സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് ദിസ് വാല്യൂ. ഓക്കെ, എക്സ് ഈസ് ഈക്വൽ ടു തീറ്റ പ്ലസ് 5/2, y ഈസ് ഈക്വൽ ടു തീറ്റ മൈനസ് 5. ഇത് 5 ആണ്. 5 ഇങ്ങനെ എഴുതുന്ന സാധനത്തിന്റെ 5 എന്ന് പറയുന്നത് അർത്ഥമൊന്നുമില്ല, ഒരു പേര്. അതൊരു കോൺസ്റ്റന്റാ. തീറ്റ പോലെ തന്നെ നമ്മൾ കൊടുക്കുന്ന ഒരു കോൺസ്റ്റന്റ്. ആംഗിളിന് പകരം കൊടുക്കണതാ. പൈ കൂടെ വാല്യൂ ഒന്നുമില്ല. ഇതിനെ നമ്മൾ തീറ്റാന്ന് പൈ അല്ല 5 ആണ് കേട്ടോ. 5. എന്നിട്ട് ഈ വാല്യൂസ് നിങ്ങൾ എന്ത് ചെയ്യണം? അപ്പൊ എക്സ് പ്ലസ് വൈ എന്താവോടാ? ഇവിടെ എക്സും വൈയും നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോണേ. അപ്പൊ ഇതിലെല്ലാ വാല്യൂസിനും എക്സിന് പോലെ ഇത് കൊടുക്കണം. അപ്പൊ എക്സ് പ്ലസ് വൈ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? തീറ്റ പ്ലസ് 5/2 പ്ലസ് തീറ്റ മൈനസ് 5/2. ഡിനോമിനേറ്ററിന്റെ സെയിം ആയിട്ട് നമുക്ക് ഒരുമിച്ച് ചെയ്താല. തീറ്റ പ്ലസ് 5 പ്ലസ് തീറ്റ മൈനസ് 5/2. അപ്പൊ എന്തൊക്കെ കട്ട് ചെയ്യാം? 5 കട്ട് ചെയ്യാം അല്ലെ. അപ്പൊ എന്താവും? 2θ/2 എന്താവും? തീറ്റ ആക്കാം. അപ്പൊ നമുക്ക് ഇവിടെ എക്സ് പ്ലസ് വൈന് വരെ നമുക്ക് എന്ത് ചെയ്യാം? തീറ്റ കൊടുക്കാം. എക്സ് മൈനസ് വൈ എന്ത് കിട്ടും? ചെയ്ത് നോക്കുമ്പോ എന്ത് കിട്ടും? 5 കിട്ടും അല്ലെ. 5 അല്ലേ കിട്ടിയ? ആദ്യത്തെ സ്റ്റെപ്പ് വായിക്കാലോ.
എക്സ് മൈനസ് ഫൈവ് എന്താ കിട്ടിയത്? ഇത് എത്ര കിട്ടിയ? 5 അല്ലേ? എക്സ് മൈനസ് ഫൈവ് എന്താ കിട്ടിയ? എക്സ് മൈനസ് ഫൈവ് ആകുമ്പോഴത്തേക്കും മൈനസ് ഔത്തിട്ട് എടുക്കുക. ഫൈവ് കിട്ടും. ഇനി നമുക്കൊക്കെ ഈ ഒരു ഇക്വേഷനിൽ അതിട്ട് കൊടുക്കാം. അപ്പൊ കോസ് തീറ്റ പ്ലസ് കോസ് എന്ത് വരും? 5 എന്ന് വരും. കോസ് 5. ഇനി ഇവിടത്തെ വാല്യൂ എന്താവും? കോസ് എക്സ് കോസ് ഫൈക്കൊക്കെ ഈ 2 കോസ് എക്സിന് പകരം നമ്മൾ എന്ത് ചെയ്യണം? 2 കോസ് എക്സിന് പകരം തീറ്റ പ്ലസ് 5/2 കോസ് തീറ്റ മൈനസ് 5/2. അല്ല theta 5 can take real values. We can replace theta by x and 5/y. ഇനി അടുത്ത ഇത് നമുക്ക് തീറ്റയ്ക്ക് എന്ത് കൊടുക്കാം? എക്സ് 5ക്ക് y കൊടുക്കാം. അപ്പൊ റീപ്ലേസ് ചെയ്യുമ്പോൾ അടുത്ത സെന്റൻസ് എനിക്ക് theta and 5 can take any real values. Since theta and 5 can take any real values, we can replace theta by x and 5/y. theta by x and 5/y. അപ്പൊ ഈ ഒരു ഇക്വേഷനിൽ നമ്മൾ കോസ് എക്സ് തീറ്റയ്ക്ക് എന്ത് കൊടുക്കാം? കോസ് എക്സ് plus cos y is equal to 2 cos x plus y by 2 cos x minus y by 2. ഇതാണ് പറയുന്നത്. ഫസ്റ്റ് ഇത് പോയി cos x plus y by 2 cos x minus y by 2. ഇതുപോലെ തന്നെ നമുക്ക് cos x minus y നിങ്ങൾ തന്നെ ഒന്ന് ചെയ്തേ. ഇത് വരില്ലേ? മനസ്സിലായില്ലേ? ഇത് എക്സ്പാൻഡ് ചെയ്യണ്ട. ഇനി നിങ്ങൾ ഇപ്പൊ ചെയ്തത് ഇപ്പൊ പ്ലസ് ഇത് രണ്ടും പ്ലസ് അല്ലേ ചെയ്തത്? അടുത്ത രണ്ടും എന്ത് ചെയ്യണം? മൈനസ് ചെയ്തിട്ട് ഇതുപോലെ കണ്ടുപിടിക്കാം കേട്ടോ. അപ്പൊ കണ്ടുപിടിച്ചു ഇതുപോലെ അല്ലേ സെയിം പ്രൊസീജിയർ. അടുത്ത നിങ്ങൾ കണ്ടുപിടിച്ചതന്നെ cos x minus y. അടുത്ത ക്വസ്റ്റ്യൻ ആയിരിക്കും cos x minus cos y is equal to ഇവിടെ മാറിയേ മൈനസ് ഈ ക്വസ്റ്റ്യൻ ഇത്രേ ഉള്ളൂ. മൈനസ് സൈൻ എക്സ് പ്ലസ് വൈ ബൈ ടു മൈനസ് സൈൻ എക്സ് പ്ലസ് വൈ ബൈ ടു സൈൻ എക്സ് മൈനസ് വൈ ബൈ ടു ആണ് കോസ് sin x minus y by 2. അപ്പൊ ഇത് ചെയ്യാനും ആദ്യം കോസ് x plus y യുടെ sin x plus y യുടെ ഫോർമുല ആഡ് ചെയ്യാം. cos x cos y is equal to minus sin x plus y by 2 sin x minus y. ഇതാണ് പ്രൂവ് ചെയ്യുന്നത്. സ്റ്റാർട്ടിങ് നിങ്ങൾ നേരത്തെ ചെയ്തതുപോലെ cos x plus y യുടെ ഫോർമുല ആഡ് ചെയ്ത് cos x minus y യുടെ ഫോർമുല ചെയ്ത് എന്തോട് ഒരു 2 ഉണ്ട് കേട്ടോ. മറ്റേതിലൊരു 2 ഉണ്ടായിരുന്നേ, അങ്ങനെ കിട്ടുപോയി. മറ്റേതിലൊരു 2 ഇക്വേഷനിൽ ഇവിടെ ഒരു അതിൽ എഴുതിയായിരുന്നു അത്.
ഏതാ? കോസ് എക്സ് മൈനസ് വൈ ചെയ്യടാ. കോസ് എക്സ് പ്ലസ് വൈയുടെ ഫോർമുല ചെയ്തൊക്കെ. കോസ് എക്സ് മൈനസ് വൈയുടെ ഫോർമുല എഴുതിക്കേ. എന്നിട്ട് കോസ് എക്സ് പ്ലസ് വൈ ഇക്വേഷൻ 1 മൈനസ് 4 കേട്ടോ. അതെ, ഇതിന് ഇക്വേഷൻ 1 എടുത്ത് ഇതിന് ഇക്വേഷൻ 2 എടുത്ത് ഇനി കഴിഞ്ഞാൽ സൈൻ എക്സ് പ്ലസ് സൈൻ വൈ ചെയ്തു ഇതുപോലെ തന്നെ. അപ്പൊ സൈൻ എക്സ് പ്ലസ് വൈ ഫോം ചെയ്ത് സൈൻ എക്സ് മൈനസ് വൈ ചെയ്യുക, എക്സ്പാൻഡ് ചെയ്യുക, ആഡ് ചെയ്യുക. മൈനസ് അകത്ത് എങ്ങനെയാണ് കിട്ടിയത്? മൈനസ് കോമൺ ഫാക്ടേഴ്സ് ഒക്കെ എടുത്തിട്ട് മൈനസ് മൈനസ് ഉണ്ട് കേട്ടോ. ഇനി നമ്മൾ എന്ത് ചെയ്യണം? മറ്റേതുപോലെ എക്സിന് എക്സ് ഈക്വൽ ടു തീറ്റ പ്ലസ് 5/2 y ഈക്വൽ ടു തീറ്റ മൈനസ് 5/2. അവിടെ എവിടെ മൈനസ് 2 അവിടെ ഇവിടെ വരെ കിട്ടിയാ? അതിന് മറ്റേതുപോലെ സബ്സ്റ്റിറ്റ്യൂട്ട് എക്സ് ഈക്വൽ ടു തീറ്റ പ്ലസ് 5/2 സൈൻ എക്സ് പ്ലസ് വൈ അത് കിട്ടിയാ? സൈൻ എക്സ് മൈനസ് സൈൻ വൈ ചെയ്യും. കിട്ടിയാ? എക്സ് ഈക്വൽ ടു തീറ്റ കിട്ടി. എന്ത് ചെയ്യണം? ഈ ഒരു ഫോർമുലയിൽ വെച്ചിട്ട് ഇപ്പത്തെ സൈഡ് ആയിരിക്കും. അപ്പൊ കോസ് എക്സ് പ്ലസ് വൈ മൈനസ് കോസ് എക്സ് മൈനസ് വൈ എന്നുള്ളത് അതെവിടെയാണ്? അതിന് ഇപ്പത്തെ സൈഡിൽ അതും കൂടെ എഴുതിയേക്കും. കോസ് ഇവിടെ എക്സ് പ്ലസ് വൈക്ക് ആറ് എഴുതാം. കോസ് തീറ്റ അല്ലെ? കോസ് തീറ്റ ഏത്? കോസ് തീറ്റ മൈനസ് കോസ് എക്സ് മൈനസ് വൈക്ക് ആയത് കോസ് ഫൈവ്. ദിസ് ഇസ് ഈക്വൽ ടു 2 സൈൻ എന്തെന്ന് എഴുതാം? എക്സ് പ്ലസ് വൈക്ക് പകരം എക്സിന് പകരം നമുക്ക് എന്ത് എഴുതാം? 2 സൈൻ എക്സിന് പകരം തീറ്റ പ്ലസ് 5/2 പിന്നെ സൈൻ തീറ്റ മൈനസ് 5/2. ഇനി അടുത്ത സ്റ്റെപ്പിൽ എന്താ? തീറ്റയ്ക്ക് വരെ നമ്മൾ എന്ത് കൊടുക്കണം? എക്സ് കൊടുക്കണം.
വൈക്ക് പകരം തീറ്റ ഫൈ റിയൽ വാല്യൂസ് ആവുന്നിട്ട് നമുക്ക് തീറ്റയ്ക്ക് പകരം എക്സ് കൊടുക്കാം, ഫൈക്ക് പകരം എന്ത് എടുക്കാം, വൈ കൊടുക്കാം. അപ്പൊ എന്താ കോസ് എക്സ് മൈനസ് കോസ് വൈ ഈക്വൽ ടു -2 സൈൻ, ഇവിടെ എന്താവും തീറ്റയ്ക്ക് വരെ എക്സ് കൊടുക്കുമ്പോൾ എക്സ് പ്ലസ് വൈ ബൈ 2, അത്രേ ഉള്ളൂ. എക്സ് മൈനസ് വൈ ബൈ 2 മനസ്സിലായോ? അത്രേ ഉള്ളൂ. അതാ പ്രൂവ് ചെയ്യേണ്ടിരുന്നത്. മനസ്സിലായോ? വാല്യൂ നീ എത്ര കിട്ടും? ഇത്ര മതി. അതാ പ്രൂവ് ചെയ്യാൻ പറയണേ കേട്ടാ. അപ്പൊ ഇതുപോലെ തന്നെ സൈൻ എക്സ് പ്ലസ് വൈ അത് രണ്ടെണ്ണം ഉണ്ട്. നിങ്ങൾ ചെയ്താൽ മതി. സമയം തരാം കേട്ടാ. വേണ്ട വേണ്ട, റീപ്ലൈ ചെയ്താ തീറ്റയ്ക്കും ഫൈക്കും ശരി. ആ ഇനി നമുക്ക് ആ ഒരു ക്ലൂ ഇല്ലേ, നിങ്ങൾക്കൊരു പൈപ്പ് ഒരു ഇപ്പുറത്ത് കിടക്കുന്നില്ലേ? ആ മറ്റേ ഐഡന്റിറ്റി എടുത്താൽ 21 എടുത്തായിരുന്നോടാ? എടുത്താ 2 cos x cos y is equal to cos x plus y plus cos x minus y. അതെടുത്താ അതെടുത്തില്ലേ? തോട്ടുണ്ടോ അതിന്റെ കൊണ്ടുവന്നില്ലേ? പോടാ. നിങ്ങളിത് ചെയ്ത് സൈൻ എക്സ് പ്ലസ് വൈയുടെ ഫോർമുല ആയിരിക്കും അടുത്തത്. അടുത്ത ക്വസ്റ്റ്യൻ നിങ്ങൾ ചെയ്യണ്ടേ? എനിക്കറിയാം. ഇതുപോലെ തന്നെ സൈൻ എക്സ് പ്ലസ് വൈ ഇസ് ഈക്വൽ ടു അല്ല സൈൻ എക്സ് പ്ലസ് സൈൻ വൈ ഇസ് ഈക്വൽ ടു മാറിപ്പോയി. സൈൻ എക്സ് പ്ലസ് സൈൻ വൈ ഈക്വൽ ടു 2 സൈൻ എക്സ് പ്ലസ് വൈ ബൈ 2 cos x minus y ബൈ 2. ഇതൊക്കെ പ്രൂവ് ചെയ്യട്ടാ. അപ്പൊ സൈൻ എക്സ് പ്ലസ് വൈ ആഡ് ചെയ്താ സൈൻ എക്സ് മൈനസ് വൈ ചെയ്യാം. അത് രണ്ടും കൂടെ ആഡ് ചെയ്തിട്ട് മറ്റേതുപോലെ തന്നെ കേട്ടാ. ഒരു സ്പീഡിൽ ചെയ്ത് നടക്കാം. ആ നീ 21 ചെയ്തേടാ. cos 2 cos x plus cos y equal to cos x plus y plus cos x minus y. ആ ഐഡന്റിറ്റി ചെയ്തായിരുന്നാ ക്ലാസ്സില്? ഇത് യൂസ് ചെയ്തോണ്ട് നിക്കട്ടെ. അതിന്റെ പ്രൂഫ് ഇല്ല.
അല്ലടാ 21 എടുത്ത് cos x പ്ലസ് അതിന്റെ പ്രൂഫായിട്ട് ചെയ്യണ്ടേ? അപ്പൊ പ്രൂഫ് ഉണ്ടായിരുന്നില്ല. അല്ല, ഞാൻ ചോദിച്ചതാ ഇത് മറ്റേത് പ്രൂവ് ചെയ്ത പോലെ ഇത് പ്രൂവ് ചെയ്യണ്ടെന്നാ ചോദിച്ചോ? ആ അതുപോലെ തന്നെ വാല്യൂസ് മാറ്റി കൊടുത്തിട്ട് ആ അതെ അത് ചെയ്യാനാ ഞാൻ പറഞ്ഞത്. കഴിഞ്ഞ കിട്ടിയാ അതിലുള്ള ഹോംവർക്ക് കിട്ടാ. സൈൻ എക്സ് മൈനസ് സൈൻ വൈ പിന്നെ ചെയ്ത് നോക്കണേ. കിട്ടിയാടാ? അടുത്തൊരു പ്രോബ്ലം ആയിരിക്കും. കിട്ടിയാ എല്ലാവർക്കും? അറേഞ്ച് പ്രൂഫ് ചെയ്തിട്ട് നമുക്ക് പ്രോബ്ലം ചെയ്യാം. ലാസ്റ്റ് ഒരു പ്രൂഫും കൂടി ചെയ്യാം. അടുത്തൊരു പ്രൂഫ് എഴുതിക്ക്. പ്രൂവ് ദാറ്റ് sin of x plus y is equal to sin of x plus y by sin x minus y is equal to സൈൻ എക്സ് പ്ലസ് വൈ ബൈ സൈൻ എക്സ് മൈനസ് വൈ ഇസ് ഈക്വൽ ടു ടാൻ എക്സ് പ്ലസ് ടാൻ വൈ ബൈ ടാൻ എക്സ് മൈനസ് tan y. Prove that. ഇത് എളുപ്പമാണ്. ആദ്യം എന്ത് ചെയ്യണം? ടാൻ എക്സ് പ്ലസ് വൈയുടെ ഫോർമുല ആദ്യം എഴുതുക. അത് എക്സ്പാൻഡ് ചെയ്യാം. സൈൻ എക്സ് പ്ലസ് വൈയുടെ ഫോർമുല അറിയാലോ, അതിട്ടിട്ട് ആദ്യം സ്റ്റാർട്ട് ചെയ്യുക, അത് എക്സ്പാൻഡ് ചെയ്യുക. സൈൻ എക്സ് മൈനസ് വൈ എഴുതുക, അത് എക്സ്പാൻഡ് ചെയ്യുക. പിന്നെ ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ ഒരു സാധനം വെച്ച് ഡിവൈഡ് ചെയ്യണം. അത് നിങ്ങൾ കണ്ടുപിടിക്കണം. അതിനകത്ത് ഏത് വരുന്നുണ്ട്. അത് ഈ ഫൈനൽ ആൻസർ നോക്കണം. ടാൻ വരണം, ഏത് വരണം. അത് ശരി തന്നെ. ഇത് ചെയ്യാലോ. ആദ്യം എക്സ്പാൻഡ് ചെയ്യാം. എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ഇവിടെ ടാൻ കിട്ടണമെങ്കിൽ ഏത് വെച്ച് ഡിവൈഡ് ചെയ്യണം? അത് ആലോചിച്ചിട്ട് എക്സ്പാൻഡ് ചെയ്ത് നോക്കിയാ. ആദ്യം എക്സ്പാൻഡ് ചെയ്തപ്പോ എന്ത് കിട്ടിയടാ? ചെയ്താ നോക്കിക്കോളാം. സൈൻ എക്സ് പ്ലസ് വൈ എക്സ്പാൻഷൻ എന്താ? സൈൻ എക്സ് കോസ് വൈ പ്ലസ് കോസ് വൈ പ്ലസ് അതല്ലേ കോസ് എക്സ് സൈൻ വൈ ഡിവൈഡഡ് ബൈ സൈൻ എക്സ് മൈനസ് വൈയുടെ സൈൻ എക്സ് കോസ് വൈ മൈനസ് കോസ് എക്സ് സൈൻ വൈ. ഇത് നോക്കിട്ട് ഈ ഒരു ഇക്വേഷൻ ഇതും കൂടി നോക്കിട്ട് ഇവിടെ എന്ത് വരണം? ടാൻ വരണം. ടാൻ വരണമെങ്കിൽ എന്ത് ചെയ്യണം? സൈനും പിന്നെ ഒരു കോസും വരണം അല്ലെ? സൈനും പിന്നീട് ഒരു കോസും വരണം. ഈ ഒരു കോസ് കോസ് വൈ പോവുകയും ചെയ്യണം. അപ്പൊ ഡിവൈഡ് ചെയ്യണം. എന്ത് സാധനം വെച്ച് ഡിവൈഡ് ചെയ്യാം? കോസ് എക്സ് കോസ് വൈ വെച്ച് ഡിവൈഡ് ചെയ്യാം. ഓക്കെ. ഡിവൈഡിങ് ബോത്ത് ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ ബൈ കോസ് എക്സ് കോസ് വൈ. എനിക്ക് മനസ്സിലായോ അതെങ്ങനെ ഡിവൈഡ് ചെയ്യുന്നുള്ളത്? ഡിവൈഡ് ചെയ്തിട്ട്
അപ്പൊ എങ്ങനെ വരും? സൈൻ എക്സ് സൈൻ എക്സ് കോസ് വൈ പ്ലസ് കോസ് എക്സ് സൈൻ വൈ ഡിവൈഡഡ് ബൈ കോസ് എക്സ് കോസ് വൈ കോസ് എക്സ് കോസ് വൈ ഡിവൈഡഡ് ബൈ ഈ സാധനം വെച്ച് താഴത്തും ഡിവൈഡ് ചെയ്തു, മോളും താഴത്തും കൃത്യ രീതിയിലുണ്ട്. നോക്കിക്കേ, കോസ് വൈ കട്ടായി പോയി. എന്ത് ചെയ്യണം? കട്ട് ചെയ്യേണ്ട സാധനത്തെ കട്ട് ചെയ്യാം, ബാക്കി നമുക്ക് ടാൻ വെച്ചിട്ട് കിട്ടും. അയ്യോ സോറി, എന്തായാലും പ്രൂവ് ചെയ്യേണ്ടത്. കിട്ടിയല്ലോ. അപ്പൊ ഇത് വന്നപ്പോഴത്തേക്കും സൈൻ എക്സും ടാൻ എക്സ് ബൈ പ്ലസ് ടാൻ വൈ ബൈ ടാൻ എക്സ് മൈനസ് ടാൻ വൈ. ഇത്രയും നാം പഠിപ്പിച്ചോന്ന് നോക്കിട്ട് ഇതിന് ഞാൻ രണ്ടാമത്തെ എക്സാം ഇടും കേട്ടോ. ബാക്കിയുള്ളവരും ഇതിന് ഞാൻ രണ്ടാമത്തെ എക്സാം ഇടും. ഇപ്പൊ പഠിപ്പിച്ചതിന് കേട്ടാ, പലർക്കും പലതായിരിക്കും ഉള്ളത്. നോക്കി ഇത്രയും പഠിപ്പിച്ച പ്രൂഫുകളെല്ലാം നോക്കി നിനക്ക് റിലേഷൻസ് പറഞ്ഞു തരാനാ. അത് നോക്ക് വേഗം നോക്കിക്കോട്ടെ. അതെന്താണ് മറ്റേ മൂന്നത്തെ കാര്യം വന്നപ്പോ കുറച്ചിതാണ്. റിലേഷൻസ് എടുത്തടാ. നെക്സ്റ്റ് എവിടെ? നിന്റെ ടെക്സ്റ്റ് ഇതല്ലേ? നോക്ക്, ഇന്നത്തെ പ്രൂഫ് അല്ല.